എനിക്ക് പലപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അബ്രോഡ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് പൊതുവെ കഴിവില്ല എന്ന് പറയുന്നത് കളിയാക്കുന്ന ഒരു രീതിയുണ്ട്. ഇക്കാക്ക് ഇതിൽ പറയാനുള്ള എന്താണ്? കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വല്ലാത്തൊരു ഈ മാറ്റി നിർത്തപ്പെടലുകൾ വല്ലാതെ ഈ വിദേശത്ത് നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികളോട് കാണിക്കും, ഡോക്ടേഴ്സിനോട് കാണിക്കുന്നുണ്ട്. അത് പലപ്പോഴും അവർ തമ്മിലുള്ളൊരു ഈഗോ ആണ്. അതായത് നാട്ടിൽ പഠിച്ച ഡോക്ടേഴ്സും വിദേശത്ത് പഠിച്ചിരുന്ന ഡോക്ടേഴ്സും തമ്മിലൊരു ഈഗോ ഉണ്ടാവാം. അത് പല മേഖലകളിലുള്ള പോലെ തന്നെ ഈ ഒരു മാറ്റി നിർത്തപ്പെടില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പല വിദ്യാർത്ഥികളും നിങ്ങൾ എടുക്കുന്ന ഒരു അംശം പോലെ എഫേർട്ട് എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ടൊക്കെ ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഈ MBBS പഠനത്തോടൊപ്പമാണ് പഠിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അവിടെയുള്ളവർ പഠിക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് പഠിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെത്തി FMG എക്സാം എഴുതി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സെയിം പ്ലാറ്റ്ഫോമിലാണ് അല്ലേ, സെയിം ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും പേഷ്യൻ്റ് ഒരിക്കലും നിങ്ങൾ പുറത്തു പോയി പഠിച്ചു വന്ന ആളാണോ നിങ്ങൾ ഇവിടെ പഠിച്ച ആളാണോ എന്ന് ചോദിക്കില്ല. അവിടെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുന്ന രോഗികൾ അത് സുഖപ്രദമാകുന്നുണ്ടോ, അത് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ നോളജ് ഒരിക്കലും കഴിവുള്ളവനാണോ കഴിവ് കെട്ടവനാണോ എന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരാൾക്കും ഒരു അർഹതയും ഇല്ല എന്നുള്ളതാണ്.